അടിപൊളിയാണ്. ടുട്ടു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റ് ടൊമാറ്റോ സൂപ്പാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്പൂണ് ഒലിവ് ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മളൊരു ഹാഫ് വലിയുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3 to 4 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ഇളക്കി ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ, ഒത്തിരി ഇങ്ങനെ ഫ്രൈ ആയിട്ട് പോകരുത്, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യുക. ക്യൂബ്സായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ലെങ്തി ആയിട്ട് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാരറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് അത്യാവശ്യം നല്ല ഹീറ്റിലിട്ടിട്ട് തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഏത് ഷേപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് തണ്ടോട് കൂടി തന്നെയുള്ള മല്ലിയിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ അത്യാവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറുജീരകം. ഇത്രയുമാണ് നമ്മൾ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ തക്കാളിയുടെ സ്കിന്ന് ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ആറാൻ വെക്കാം. നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്കായിട്ടുള്ള സൂപ്പല്ല, കുറച്ച് വാട്ടറി ആയിട്ടുള്ള സൂപ്പാണ്. ഇനി ഇത് ക്രൂട്ടോൺസും കൂടി ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ലാസ്റ്റ് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നല്ല കിടിലൻ സൂപ്പ് റെഡിയാണ്. ഇനി നമുക്ക് ടുട്ടുവിന് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ക്രൂട്ടോൺസൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ മല്ലിയിലയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഹായ് ടുട്ടു. ഹായ്. ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇന്ന് സൂപ്പ്. പംകിൻ സൂപ്പ് അല്ലത്, അത് ടൊമാറ്റോ ക്യാരറ്റ് സൂപ്പാണ്. ടൊമാറ്റോ ക്യാരറ്റ് സൂപ്പ് കുടിച്ചിട്ട് പറ. ഉണ്ടോ? അടിപൊളിയാണോ? അടിപൊളി. അപ്പോൾ നല്ല കിടിലൻ ക്യാരറ്റ് ടൊമാറ്റോ സൂപ്പ് റെഡി. ട്രൈ ചെയ്യണേ.